നമ്മളിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന മെജോറിറ്റി ആളുകളുടെയും സാലറിയിൽ നിന്ന് എല്ലാ മാസവും PF അഥവാ പ്രൊവിഡന്റ് ഫണ്ട് പിടിക്കാറുണ്ട് അല്ലേ? സോ റിട്ടയർമെന്റ് കാലത്ത് നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെയുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നിയമമാണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഇത് പ്രകാരം ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണുള്ളത്, നിങ്ങളുടെ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ? പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ നിയമപ്രകാരം ഓരോ ജീവനക്കാരനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ലളിതമായിട്ട് നോക്കാം. ഈ നിയമം ആർക്കൊക്കെ ബാധകമാണ്? അതായത് കുറഞ്ഞതൊരു 20 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവനക്കാരുള്ള ഏതൊരു സ്ഥാപനത്തിനും ഈ PF നിയമം നിർബന്ധമായും ബാധകമാണ്. നിലവിലെ നിയമപ്രകാരം പ്രതിമാസം 15,000 rupees വരെ ബേസിക് ശമ്പളമുള്ള എല്ലാ ജീവനക്കാരും ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും എത്ര വിഹിതം നിങ്ങൾ ഇതിലേക്ക് നൽകണമെന്ന് നോക്കാം. അതായത് നിയമപ്രകാരം ജീവനക്കാരൻ തന്റെ ബേസിക് ശമ്പളത്തിന്റെ 12% PFലേക്ക് സംഭാവന ചെയ്യണം. അതേപോലെ തന്നെ കമ്പനി നിങ്ങളുടെ ശമ്പളത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു 12% കൂടി കമ്പനിയുടെ ഭാഗത്തു നിന്നും PF അക്കൗണ്ടിലേക്ക് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. കമ്പനി തങ്ങളുടെ വിഹിതം അടയ്ക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ആൻഡ് നിയമപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട സ്കീമുകളാണ്. ഈ 1952 ആക്ട് പ്രകാരം നിങ്ങൾക്ക് വെറും ഒരു സമ്പാദ്യം മാത്രമല്ല ലഭിക്കുന്നത്, ഈ പ്രധാനപ്പെട്ട 3 ആനുകൂല്യങ്ങൾ കൂടെയാണ്. അതിൽ ആദ്യത്തേത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ഇതാണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രധാനപ്പെട്ട സ്കീം. ഇതിലേക്ക് വരുന്ന തുകയ്ക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു നിശ്ചിത ശതമാനം പലിശയും നിങ്ങൾക്ക് ലഭിക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് പെൻഷൻ സ്കീമാണ്. അതായത് ഇതിലൂടെ ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യം നൽകുന്നു. അതായത് കമ്പനി അടയ്ക്കുന്ന വിഹിതത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഒരു 8.33% ഈ പെൻഷൻ ഫണ്ടിലേക്കാണ് പോകുന്നത്. സോ 10 വർഷത്തെ സർവീസ് പൂർത്തിയാക്കുന്ന ജീവനക്കാർക്ക് ഈ പെൻഷൻ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. ദെൻ ഫൈനലി എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. അതായത് നിങ്ങളൊരു PF മെമ്പർ ആകുന്നതോടെ ഈ ഇൻഷുറൻസ് സ്കീമിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉൾപ്പെടുകയാണ്. ഇതിലേക്ക് കമ്പനി 0.5% വിഹിതം അടയ്ക്കുന്നുണ്ട്. ആൻഡ് ജീവനക്കാരൻ ജോലിയിൽ ഇരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ അവരുടെ ആശ്രിതർക്ക് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനായിട്ട് ഈ സ്കീം സഹായിക്കുന്നു. ഈ തുക എപ്പോഴാണ് പിൻവലിക്കാൻ സാധിക്കാന്ന് നോക്കാം. സോ നിയമപ്രകാരം റിട്ടയർമെന്റിന് ശേഷമോ അല്ലെങ്കിൽ ജോലി രാജിവെച്ചതിന് ശേഷമോ നിങ്ങൾക്ക് ഈ തുക പൂർണ്ണമായിട്ടും പിൻവലിക്കാവുന്നതാണ്. അതുപോലെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കടമ എന്നുള്ളതാണ് നോമിനേഷൻ. അതായത് അപ്രതീക്ഷിതമായിട്ടൊരു മരണം സംഭവിച്ചാൽ നിങ്ങളുടെ PF അക്കൗണ്ടിലുള്ള പണം ആർക്ക് ലഭിക്കണമെന്ന് നോമിനിയെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പല ജീവനക്കാരുടെയും പരാതിയാണ് കമ്പനികൾ കൃത്യമായിട്ട് PF അടയ്ക്കുന്നില്ല എന്നത്. എന്നാൽ ഓർക്കുക, കമ്പനികൾ ഈ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത്. നിയമം ലംഘിക്കുന്ന ഉടമസ്ഥർക്ക് 1,00,000 രൂപ വരെ പിഴയും ഈടാക്കാം. കൂടാതെ 3 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ അതിനുള്ള പലിശയും കമ്പനി അടയ്ക്കേണ്ടി വരും. സോ അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന PF പണം കൃത്യമായിട്ട് EPFO പോർട്ടലിൽ എത്തുന്നുണ്ടോ എന്ന് ഓൺലൈൻ വഴി എളുപ്പത്തിൽ പരിശോധിക്കുക. നിങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടാനായിട്ട് അവരുമായി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കൂ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.